അപ്പോൾ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പഠിക്കാം. നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ബൂളിയൻ ലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എത്ര കോംപ്ലിക്കേറ്റഡ് ആൻഡ് എത്ര ലെങ്തിയർ ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാലും, അത് സം ഓഫ് പ്രൊഡക്റ്റ് ടേം തന്നാലും പ്രൊഡക്റ്റ് ഓഫ് സം ടേം തന്നാലും നമുക്ക് ഒരേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അടുത്തത്. കർണോഫ് മാപ്പ് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് എന്നാണ് പേര്. അതിനെ ഷോർട്ടായിട്ട് നമുക്ക് കാമാപ്പ് സിംപ്ലിഫിക്കേഷൻ എന്നും പറയാം. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണമെങ്കിലും ഈ കാമാപ്പ് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് നല്ല സ്ട്രിക്റ്റ് മീൻസ് തറോ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു പോയിന്റിൽ സ്റ്റക്ക് ആവും, നിങ്ങൾക്ക് ഒന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ബൂളിയൻ ലോ യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. പക്ഷെ ലെങ്തിയർ ആയിട്ടൊരു എക്സ്പ്രഷനൊക്കെ തരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് ഉണ്ട്. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാമാപ്പ് സിംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ സിംപ്ലിഫൈ യൂസിങ് ബൂളിയൻ ലോ അല്ലെങ്കിൽ ബൂളിയൻ പോസ്റ്റുലേറ്റ്സ് യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ബൂളിയൻ ലോ യൂസ് ചെയ്തിട്ടുള്ള സിംപ്ലിഫിക്കേഷന് പോകേണ്ടത്. സിംപ്ലി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സിംപ്ലിഫൈ ഗിവൺ SOP അല്ലെങ്കിൽ സിംപ്ലിഫൈ ഗിവൺ POS അങ്ങനെ വന്നിട്ട് ഒരു എക്സ്പ്രഷൻ തരികയാണെങ്കിൽ കാമാപ്പ് സിംപ്ലിഫിക്കേഷൻ ഫോളോ ചെയ്യുന്നതാണ് കറക്റ്റ് വേ. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. സോ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കാമാപ്പ് സിംപ്ലിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ബൂളിയൻ ലോ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മൾ എല്ലാ ലോയും കറക്റ്റ് ഓർത്ത് ചെയ്ത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയൊക്കെ വേണം. ഇതാകുമ്പോൾ നമുക്ക് ഒരേ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്കിപ്പോഴും 4 വാരിയബിൾസ് വരെയുള്ള ബൂളിയൻ എക്സ്പ്രഷൻസിനെ കാമാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മളൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. കണ്ടില്ലേ, കാമാപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് പോലെ ഒരു ടേബിൾ വരച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുക. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ട്രാക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സിമ്പിളാണ്. നമുക്ക് ശരിക്കും കാമാപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് 5 വാരിയബിൾ വരെയുള്ള ബൂളിയൻ എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് 2 വാരിയബിൾ വരുമ്പോൾ എങ്ങനെ കാമാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം, 3 വാരിയബിൾ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം, 4 വാരിയബിൾ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമുക്കിപ്പോൾ പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ടേബിൾ വരച്ചിട്ട് അതിൻ്റെ അകത്ത് വാല്യൂസൊക്കെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് എങ്ങനെയൊക്കെ പോസിബിൾ ആകാം. 2ൻ്റെ പവർ ആയിട്ട് വരുന്ന ഗ്രൂപ്പ്സ് ഒക്കെ പോസിബിൾ ആണ്. 2⁻0 എന്താ അത്? 2⁻0 എന്ന് വെച്ചാൽ 1 സെൽ. ഒരു സെല്ലിനെ വേറെ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. 2⁻1 എന്ന് വെച്ചാൽ എന്താ? അടുത്തടുത്തുള്ള 2 സെല്ലുകൾ തമ്മിൽ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വാലിഡ് ആണ്. 2⁻4 എന്ന് വെച്ചാൽ 4 അടുത്തടുത്ത് വരുന്ന 4 സെല്ലുകളിൽ ഒരേ വാല്യൂ വരികയാണെങ്കിൽ അതിനെയും നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാം, സിംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. 2⁻3 8 അടുത്തടുത്തുള്ള സെല്ലുകൾ ഒരേ വാല്യൂ വരികയാണെങ്കിൽ നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. 2⁻4 അപ്പോൾ 2⁻4 എന്ന് പറയുമ്പം 16 അടുത്തടുത്ത സെല്ലുകളിൽ ഒരേ വാല്യൂ വരികയാണെങ്കിൽ നമുക്കതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. ഒറ്റ സെല്ലിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പായിട്ട് എടുക്കാം. അടുത്തടുത്തുള്ള 2 സെല്ലുകൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാവുന്നതാണ്. 4 സെല്ലുകൾ ചേർന്നുള്ള ഗ്രൂപ്പുകളും വാലിഡാണ്. 8 സെല്ലുകൾ ചേർന്നിട്ടുള്ള ഗ്രൂപ്പും വാലിഡാണ്. 16 സെല്ല് ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകളും വാലിഡാണ്. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണോ പോസിബിൾ അതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഏറ്റവും മിനിമൽ എക്സ്പ്രഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് 8 അടുത്തടുത്തുള്ള സെല്ലുകളെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും
നിങ്ങൾ 4 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ സിംപ്ലിഫൈഡ് ആയിരിക്കില്ല. അതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ലാർജ് ഗ്രൂപ്പിനെ വേണം മിനിമൈസേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ. ഇത് എപ്പോഴും ഓർക്കണം. 2 പോയിന്റാണ് ഇവിടെ ഓർക്കാനുള്ളത്. ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ എത്ര സെല്ലുകളെ കമ്പൈൻ ചെയ്യുന്നത്? 2ന്റെ പവർ ആയിട്ട് വരുന്ന സെല്ലുകളെ മാത്രമേ നമ്മൾ ഗ്രൂപ്പ് ഫോർമേഷന് കൺസിഡർ ചെയ്യുള്ളൂ. അടുത്തടുത്ത് 3 സെല്ലുകളിൽ ഒരേ വാല്യൂ വന്നാൽ നമുക്ക് ഗ്രൂപ്പ് എടുക്കാൻ പറ്റില്ല. കാരണം 3 എന്ന് പറയുന്ന വാല്യൂ 2ന്റെ ഒരു പവറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തടുത്ത 5 സെല്ലിൽ ഒരേ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് എടുക്കാൻ പറ്റില്ല. കാരണം 5 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പവർ ടേം ഓഫ് 2. ഓക്കെ, അതുപോലെ രണ്ടാമത് ഓർക്കേണ്ട ഒരു പോയിന്റ്, മാക്സിമം പോസിബിൾ സൈസിലുള്ള ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടുള്ളൂ. എക്സാമ്പിൾ, നിങ്ങൾക്ക് അടുത്തടുത്തുള്ള 8 സെല്ലുകളിൽ ഒരേ വാല്യൂ വരികയാണെങ്കിൽ അതിന് 2 4 സെല്ലിലുള്ള ഗ്രൂപ്പുകളായി എടുക്കുന്നതിന് പകരം 8 സെല്ലുള്ള ഒറ്റ ഗ്രൂപ്പ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും മിനിമൽ എക്സ്പ്രഷൻ കിട്ടുക. അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ ചെയ്യേണ്ടി വരും, സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അപ്പോഴെപ്പോഴും 2ന്റെ പവർ ആയിട്ടുള്ള സെല്ലുകളിനെ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നോക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ലാർജസ്റ്റ് ഗ്രൂപ്പിനെ എടുക്കാൻ പറ്റുമോ എന്ന് എല്ലാ പോസിബിലിറ്റിയും ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സൈസിലുള്ള ഗ്രൂപ്പുകൾ എടുക്കുക. ഒന്നും പറ്റുന്നില്ലെങ്കിലും മാത്രമേ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സെൽ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുള്ളൂ. ഈ 2 പോയിന്റും എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. സോ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോവാണ്, 2 വേരിയബിൾ മാത്രമുള്ള ഒരു ബൂളിയൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെങ്ങനെയാണ് ക്യാമാപ്പ് റെപ്രസെൻറ്റേഷനിൽ കാണിക്കേണ്ടത്, എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് വരയ്ക്കേണ്ടതെന്ന്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഇങ്ങനെ തന്നിരിക്കുമ്പോൾ അതിൻ്റെ മീനിങ് അറിയാം. 2 വേരിയബിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൂളിയൻ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടാണ് നിങ്ങളോട് കെമാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ കെമാപ്പ് എന്ന് പറഞ്ഞ ടേം തന്നെ വേണമെന്നില്ല, ജസ്റ്റ് സിംപ്ലിഫൈ എ ബൂളിയൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഗ്രാഫ് അല്ലെങ്കിൽ ടേബിൾ ഇതാണ്. നമുക്കറിയാലോ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ പോസിബിൾ ആണ്. 2 വേരിയബിൾ ആണെങ്കിൽ നമുക്കറിയാം 2 to the power 2 4 കോമ്പിനേഷൻസ് ആണ് പോസിബിൾ. ഏതൊക്കെയായിരിക്കും ആ കോമ്പിനേഷൻ? എക്സ് വൈ, എക്സ് കോംപ്ലിമെൻറ്റ് വൈ, എക്സ് വൈ കോംപ്ലിമെൻറ്റ്, പിന്നെ എക്സ് വൈ. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എക്സ് വൈ എന്ന് വെച്ചാൽ 1 1, ഇതെന്താ 0 1, ഇത് എക്സ് കോംപ്ലിമെൻറ്റ് ആൻഡ് വൈ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താ വരിക? 0 0, ഇത് 0 1, ഇത് 1 0, ഇത് 1 1. ഇങ്ങനെ 4 പോസിബിലിറ്റിയാണുള്ളത്. ഈ 4 വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 4 സെല്ല് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുന്നു. ഇതിൽ ഒന്നാമത്തെ സെല്ല് ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 0 0 ആണ്. ഈ രണ്ടാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് 0 1 ആണ്. ഇത് 1 0, ഇത് 1 1. ഇതെപ്പോഴും ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. നമ്മുടെ 2 വേരിയബിൾ എക്സ് വൈ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഈ ബെൻഡ് ചെയ്ത ഒരു ലൈനിൻ്റെ താഴെയും മുകളിലും ആയിട്ട് എക്സും വൈയും എഴുതുകയാണ്. ആദ്യം റോ അഡ്രസ്സായിട്ട് എക്സ് എഴുതി, കോളം അഡ്രസ്സായിട്ട് വൈ എഴുതി. ഓക്കെ, ഇതാണ് 2 റോ, ഇതാണ് 2 കോളം. ഇത് എക്സ് എക്സ്, ഇത് വൈ വൈ. വൈ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ കോളം അഡ്രസ്സാണ്, എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റോ അഡ്രസ്സാണ്. എപ്പോഴും ഈ ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യുക. ആദ്യം വരുന്നത് റോയുടെ അഡ്രസ്സായിട്ടും രണ്ടാമത് പറയുന്ന വേരിയബിൾ കോളം അഡ്രസ്സായിട്ടും എടുക്കാം. വേറെ വഴിക്കും ചെയ്യാം, പക്ഷെ നമുക്ക് ഈ ഒരു മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യാം. മാറി മാറി ചെയ്യുമ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. സോ ഫസ്റ്റ് വരുന്ന വേരിയബിൾ റോ അഡ്രസ്സായിട്ട് എടുക്കുക, സെക്കൻഡ് വരുന്ന വേരിയബിൾ കോളം അഡ്രസ്സായിട്ട് എടുക്കുക. ആദ്യം എടുക്കേണ്ടത് എക്സ് കോംപ്ലിമെൻറ്റ് പിന്നെ എക്സിന് 2 പോസിബിലിറ്റിയല്ലേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 0 ആവാം, എക്സ് ഈക്വൽ ടു 1 ആവാം. അതിനെ നമുക്ക് എക്സ് കോംപ്ലിമെൻറ്റ് എക്സ്. അതേപോലെ തന്നെ വൈക്ക് എന്തൊക്കെ പോസിബിൾ ആണ്, വാല്യൂസ് ആണുള്ളത്? വൈ 0 ആവാം, അല്ലെങ്കിൽ വൈ 1 ആവാം. വൈ കോംപ്ലിമെൻറ്റ് വൈ. ഓക്കെ, വൈ 0 ആവുന്ന കേസ്, വൈ 1 ആവുന്ന കേസ്. അപ്പോൾ ഇവിടെ എങ്ങനെയായി 0 0 എന്ന് ഈ സെല്ലിന് അഡ്രസ്സ് വന്നത്? നോക്കുക, എക്സ് 0യും വൈ 0യുമാണ് ഇവിടെ. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ എന്താ വാല്യൂ? എക്സ് കോംപ്ലിമെൻ്റ് ആണ്, അതായത് എക്സ് 0 ആണ്. മുകളിലോട്ട് രണ്ടാമത്തെ 0 എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? വൈ അഡ്രസ്സാണ്. വൈ അഡ്രസ്സ് എന്താ? വൈയും 0 ആണ്. ഓക്കെ, ഇനി ഈ കേസിൽ എന്താ വരിക?
ഇവിടെ എക്സ് 0 ആണ്, പക്ഷെ വൈ എന്താണ് 1 ആണ്. സോ അങ്ങനെയാണ് ഈ സെല്ലിൻ്റെ അഡ്രസ്സ് 01 എന്ന് വന്നിരിക്കുന്നത്. ഇനി ഈ സെല്ല് നോക്കൂ, ഇവിടെ എന്താ എക്സ് 1 ആണ്, വൈ 0 ആണ്. അതുകൊണ്ടാണ് 10 എന്ന് അഡ്രസ്സ് വന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് 11 വന്നിരിക്കുന്നത്? എക്സ് 1 ആണ്, വൈയും 1 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ സെല്ലിന് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സെല്ല് x0 y0, ഇവിടെ x0 y1, ഇവിടെ x1 y0, ഇവിടെ x1 y1. നമ്മുടെ 4 കോമ്പിനേഷനെയും 4 സെല്ലിലായിട്ട് അറേഞ്ച് ചെയ്തു. ഈ ചാർട്ട് കറക്റ്റ് ക്ലിയർ ആയിരിക്കണം, എന്നും ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ എന്നും 2 വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഈ ടേബിളാണ് വരയ്ക്കേണ്ടത്. അതിൽ ഓരോ സെല്ലിൻ്റെയും അഡ്രസ്സ് ഇങ്ങനെയാണ്. ആദ്യം വരുന്ന വാരിയബിൾ റോ അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്യണം, രണ്ടാമത്തെ വാരിയബിൾ കോളം അഡ്രസ്സായിട്ട് എടുക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇനി ഇതിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെ? ഇനി ഇതിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതും കൂടെ നോക്കാം. ഓക്കെ, ഇതിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പം നമുക്ക് അടുത്തടുത്ത സെല്ലുകൾ ഓരോന്നിനെയും ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഹൊറിസോണ്ടലി അടുത്തടുത്ത് ഈ 2 സെല്ലിൽ ഒരേ വാല്യൂ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് എടുക്കാം. ഈ 2 സെല്ലിൽ ഒരേ വാല്യൂ വരികയാണെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. വെർട്ടിക്കലി ഉള്ള സെല്ലിൽ ഒരേ വാല്യൂ വരികയാണെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ കൺസിഡർ ചെയ്യാം. ഇതാണ് 2 സെല്ലുകൾ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്. ഇനി 4 സെല്ലിലും ഒരേ വാല്യൂ വരികയാണെങ്കിൽ നമുക്ക് 4 സെല്ലും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഇതിലേത് ഗ്രൂപ്പാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 4നെയും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റുമെങ്കിൽ അത് തന്നെ എടുക്കണം. ലാർജസ്റ്റ് ഗ്രൂപ്പിനെ വേണം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാൻ. അപ്പോൾ 4നെയും ചേർന്നിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ആദ്യം കൺസിഡർ ചെയ്യാം. 4നെയും ചേർന്ന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും 2 ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി എടുക്കാൻ പറ്റുമോ നോക്കുക. എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുക. അങ്ങനെ വെർട്ടിക്കലി ഹൊറിസോണ്ടലിയും 2 സെല്ല് വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്നിനെയും ഒരു ഇൻഡിപെൻഡൻറ്റ് സിംഗിൾ ഗ്രൂപ്പായിട്ട് എടുക്കുന്നത്. ഒന്നും അടുത്തടുത്തൊന്നും ഒരേ വാല്യൂ വന്നില്ലെങ്കിൽ നമുക്ക് ഓരോന്നിനെയും ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി വേറെ ഒരു പോയിന്റ് ഇതിൽ ഓർക്കാനുള്ളത്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ് അല്ലാതെ ഡയഗണലി ഒരിക്കലും ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പെർമിഷൻ ഇല്ല. ഡയഗണൽ ഗ്രൂപ്പുകൾ നമ്മൾ കൺസിഡർ ചെയ്യില്ല ഒരിക്കലും. ഒരു ക്യാമാപ്പിലും ഡയഗണലി നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യരുത്. ഹൊറിസോണ്ടൽ ഗ്രൂപ്പും വെർട്ടിക്കൽ ഗ്രൂപ്പും മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു 2 വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെയാണ് വാരിയബിൾ? എ ഉണ്ട്, ബി ഉണ്ട്. ഫംഗ്ഷൻ ഔട്ട്പുട്ടും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 വേരിയബിൾ ക്യാമാപ്പിനെ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അറിയാം 2 വേരിയബിൾ ആകുമ്പോൾ 4 സെല്ലുള്ള ഈ ഒരു ടേബിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആദ്യം വന്ന വാരിയബിളിനെ റോ അഡ്രസ്സായിട്ട് എടുക്കാം, രണ്ടാമത് വന്ന വാരിയബിളിനെ കോളം അഡ്രസ്സായിട്ട് എടുക്കാം. ഇത് ഏതൊക്കെയായിരിക്കും? എയുടെ 0, ഇത് എയുടെ 1, ഇത് ബിയുടെ 0 സെൽ, ഇത് ബിയുടെ 1 എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഓരോ സെല്ലിലും ഇനി എന്താന്ന് നോക്കാം. ആദ്യം കണ്ടോ, A0 B0. അപ്പോൾ എന്താ വരിക? A0യും B0 ഉള്ള സെല്ല് ഇത്. അവിടെ എന്താ വാല്യൂ കൊടുക്കണ്ടേ? ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1 ആണ്. അടുത്തത് നോക്കുക, A0 B1. A0 ആയെന്ന് വെച്ചാൽ ഈ റോയാണ്. അതിൽ B1 വരുന്ന സെല്ല് ഏതാണ്? B1 വരുന്ന സെല്ല് ഇത്. അവിടെ എന്താ വാല്യൂ കൊടുക്കണ്ടേ? അവിടെയും കൊടുക്കേണ്ട വാല്യൂ 1 ആണ്. അടുത്ത എന്താ? A1ഉം B0യും. A1ഉം B0യും എന്ന് പറയുന്ന സെല്ല് ഇതാണ്. അവിടെ എന്താ വാല്യൂ വേണ്ടത്? അവിടെ 0 ആണ് വരേണ്ടത്. അടുത്തത് A1ഉം B1ഉം വരുന്ന ഈ സെല്ലിൽ എന്താ വാല്യൂ വരേണ്ടത്? 1 ആണ്. സോ നമ്മൾ തന്ന ക്വസ്റ്റ്യനെ ഈ ചാർട്ടിലോട്ട്, ഈ ഗ്രാഫിലോട്ട് മാറ്റി, ഈ ക്യാമാപ്പിലോട്ട് മാറ്റി. ഇനി നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്യാനാണ് നോക്കേണ്ടത്. എപ്പോഴും ലാർജസ്റ്റ് ഗ്രൂപ്പ് കിട്ടണം. ഇതിലിപ്പോഴും നോക്കിയേ, ലാർജസ്റ്റ് ഗ്രൂപ്പ് 4 സെല്ലിനെയും ഒരേ വാല്യൂ ആണോ വന്നിരിക്കുന്നത്? അല്ല, ഒരു സെല്ല് 0 ആണ്. സോ 4 സെല്ലും
ചേർന്നിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളിവിടെ വണ്ണിനെയാണ് ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന വണ്ണിനെയാണ് ഗ്രൂപ്പ് ചെയ്തത്. വണ്ണിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ടേംസിന്റെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് വണ്ണിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഗ്രൂപ്പ്സ് ഓഫ് വൺ. പ്രൊഡക്റ്റ് ഓഫ് സം ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക സീറോനെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം വണ്ണിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സിംപ്ലിഫിക്കേഷൻ ഓഫ് SOP ആയിരിക്കും, സം ഓഫ് പ്രൊഡക്റ്റ്. സീറോനെ ഗ്രൂപ്പ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ഗിവൺ പോസ് ഫോം എന്നാണെങ്കിൽ നിങ്ങൾ സീറോ ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇതുവരെയുള്ളതൊക്കെ സെയിം തന്നെ. എന്നിട്ട് തന്നിരിക്കുന്ന സെല്ലിൽ സീറോനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണത്? പ്രൊഡക്റ്റ് ഓഫ് സം ടേം സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും. നമുക്ക് SOPയിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യാം എല്ലാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? SOP ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രൂപ്പ് ചെയ്യേണ്ടത് വണ്ണിനെ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഏതാണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ? ഇതൊരു വാലിഡ് ഗ്രൂപ്പാണ്. 4 സെല്ലിനെയും ചേർത്തിട്ടൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല, ബിക്കോസ് ഒരു സെല്ലിൽ സീറോ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊരു വാലിഡ് ഗ്രൂപ്പാണ്. അടുത്തത് ഇത് വേറെ ഒരു വാലിഡ് ഗ്രൂപ്പാണ്. അങ്ങനെ 2 2 സെൽ ഗ്രൂപ്പുകളെ നമ്മളിവിടെ ഫോം ചെയ്തു. ഇനി ആ 2 സെൽ ഗ്രൂപ്പിന് ഓരോന്നിനും നമ്മൾ വാല്യൂ, അതിൻ്റെ കറക്റ്റ് മീനിങ് കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് ടാസ്ക്. നോക്ക്, ഈ ഒരു ഗ്രൂപ്പ്, ഈ ഒരു ബ്ലൂ ഗ്രൂപ്പിൽ ഈ വണ്ണും വന്നിട്ടുണ്ട്, ഈ വണ്ണും വന്നിട്ടുണ്ട്. ഇതിൽ ഏത് വാല്യൂ, A വാല്യൂ ആണോ B വാല്യൂ ആണോ കോമൺ ആയിട്ട് വരിക? അതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യം റോ വൈസ്, എപ്പോഴും ആദ്യം റോ വൈസ് നോക്കണം. ഈ വണ്ണാണെങ്കിലും ശരി, ഈ വണ്ണാണെങ്കിലും ശരി, നമ്മൾ റോ അഡ്രസ്സിലോട്ട് നോക്കുമ്പോൾ രണ്ടിനും A വാല്യൂ എന്താണ്? സീറോ ആണ്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് അടുത്തത് റോ കഴിഞ്ഞു കഴിഞ്ഞാൽ 2 സെല്ലിൽ നിന്നും, അതായത് ഈ ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ട് വന്നിരിക്കുന്ന 2 വാല്യൂവിനെയും കോളം അഡ്രസ്സ് നോക്കുമ്പോൾ B0 ആണ്, ഇവിടെ B1 ആണ്. അപ്പോൾ ഏത് കേസിലാണ് കോമൺ വന്നിരിക്കുന്നത്? എയുടെ കേസിലാണ് രണ്ടും A = 0 എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെല്ലിൻ്റെ സിംപ്ലിഫൈഡ് ഫോം നമ്മൾ എന്ത് എഴുതും? A ആണ് കോമൺ, അതിൽ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ഈ സെല്ലിൻ്റെ പേര് ഇനി തൊട്ട് A കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ കോളം ഇത് നോക്കൂ. ഈ ഒരു ഗ്രൂപ്പിൽ ഏതൊക്കെ സെല്ലാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? ഇതും ഈ വണ്ണും ഈ വണ്ണുമാണ് ഇരിക്കുന്നത്. ആദ്യം റോയിലോട്ട് നോക്കുക. റോയിൽ നോക്കുമ്പോൾ ഇവിടെ വാല്യൂ 1 ആണ്, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ വാല്യൂ 0 ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1, എയുടെ വാല്യൂ 1ഉം എയുടെ വാല്യൂ 0 ആണ്. 2 ഡിഫറെൻറ്റ് വാല്യൂ ആണ് ഈ ഗ്രൂപ്പിലെ 1ന് വന്നിരിക്കുന്നത്. സോ A കോമൺ അല്ല. ഇനി മുകളിലോട്ട് നോക്കിയേ. മുകളിലോട്ട് നോക്കുമ്പോൾ 2 വണ്ണിൻ്റെയും B വാല്യൂ എന്താണ്? സെയിം ആണ്. B = 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ B ആണ് കോമൺ വന്നിരിക്കുന്നത്. B കോമൺ വിത്ത് B വാല്യൂ = 1 ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പുതിയ പേരെന്താ? സിംപ്ലിഫൈഡ് പേരെന്താ? B. ഇവിടെ എന്തുകൊണ്ടാണ് A കോംപ്ലിമെൻ്റ് ആയത്? ഈ 2 വണ്ണിനും A ആണ് കോമൺ ആൻഡ് വാല്യൂ ഓഫ് A is 0. എയുടെ വാല്യൂ 0 ആയതുകൊണ്ട് A കോംപ്ലിമെൻ്റ് ഇട്ടു. ഇനി ഈ വെർട്ടിക്കൽ ഗ്രൂപ്പിൻ്റെ ഏതാണ് കോമൺ? വെർട്ടിക്കൽ ഗ്രൂപ്പിന് B ആണ് കോമൺ, B വിത്ത് വാല്യൂ 1, അതുകൊണ്ട് B തന്നെ, ഒറിജിനൽ ഫോം ഓഫ് B. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിന് A കോംപ്ലിമെൻറ്റും രണ്ടാമത്തെ ഗ്രൂപ്പ് Bയും ആണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ പേര് A കോംപ്ലിമെൻറ്റ്, SOP അല്ലേ, സം ഓഫ് പ്രൊഡക്റ്റ് അല്ലേ, കമ്പൈൻഡ് വിത്ത് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് B. ഇതാണ് അപ്പോൾ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ A കോംപ്ലിമെൻറ്റ് ഓഫ് B. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ഒരെണ്ണം നോക്കാം. അടുത്തത് 3 വേരിയബിൾ K മാപ്പ് ആണെങ്കിൽ, 3 വേരിയബിൾ K മാപ്പ് ആണെങ്കിൽ എത്ര പറ്റും സെല്ല്? എത്ര വേണം സെല്ല്? 2⁻3 8 സെല്ലുകൾ വേണം. ഓക്കെ, ഏതൊക്കെയായിരിക്കണം അഡ്രസ്സ്? 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇങ്ങനെ 8 സെൽ അഡ്രസ്സുകളാണ് നമ്മൾ K മാപ്പിൽ വേണ്ടത്. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഗ്രാഫ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല.
നിങ്ങൾക്ക് തരുന്ന ബൂളിയൻ ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എ കോമ ബി കോമ സി ഈക്വൽ ടു 3 വേരിയബിളിലുള്ള ബൂളിയൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എഫ് ഓഫ് പി ക്യു ആർ 3 വേരിയബിളിലുള്ള ഫംഗ്ഷനാണ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ 8 സെല്ല് വരുന്ന ഗ്രാഫ് സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഇങ്ങനെയാണ്. ഓക്കെ, സെൽ അഡ്രസ് 0 0 0 0 0 1 0 1 0 ഇവിടെ, 0 1 1 ഇവിടെ, 1 0 0 1 0 1 1 1 0 ഇവിടെ, 1 1 1 ഇവിടെ. ഈ ഓർഡർ മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. ഓക്കെ, ഇത് 0 0 0 എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം, ഇത് 0 ആണ്. ഇത് 0 0 1 എന്ന് വെച്ചാൽ വാല്യൂ 1 ആണ്. ഇത് 0 1 1 എന്ന് വെച്ചാൽ 3 ആണ്. 0 1 0 എന്ന് വെച്ചാൽ 2. അപ്പോൾ 0 1 2 കഴിഞ്ഞിട്ട് ഇവിടെയാണ് 3. ഇനി ഇവിടെ ഇതേതാ വാല്യൂ? 4 ആണ്, 5 ആണ്, ഇത് 6 ആണ്, ഇത് 7 ആണ്. ഇങ്ങനെ വേണം എഴുതാൻ. 0 1 3 2 4 5 7 6. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നതെന്ന് പറയാം. സോ ഇനി നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആദ്യം റോ അഡ്രസ് തന്നിരിക്കുന്ന വേരിയബിളിലുള്ള ഫസ്റ്റ് വേരിയബിളിനെ റോ റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യണം. ബാക്കി രണ്ടെണ്ണം ഒരുമിച്ച് ചേർന്നിട്ടാണ് കോളം അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സോ കണ്ടില്ലേ, എ റോ വൈസ് വരും. റോ അഡ്രസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എ വാല്യൂ ആണ്. ബി ആൻഡ് സി ടുഗെദർ ഗോയിങ് ടു അഡ്രസ് കോളംസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എന്തായിരിക്കും? രണ്ട് റോ ആണല്ലോ ഉള്ളത്. അപ്പോൾ എയുടെ ഏതൊക്കെ വാല്യൂ കൺസിഡർ ചെയ്യണം? 0 1. ഇനി ബി സി രണ്ടെണ്ണം ഒരുമിച്ചാണെങ്കിൽ 2 വേരിയബിൾ ഒരുമിച്ച് എത്ര വാല്യൂസ് പോസിബിൾ ആണ്? എത്ര പാറ്റേൺ പോസിബിൾ ആണ്? 4 പാറ്റേൺ പോസിബിൾ ആണ്. നോക്കുക ഏതൊക്കെയായിരിക്കും? 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി ഓരോ സെല്ലിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് മീനിങ് ഫുൾ ആയെന്ന് നോക്ക്. ഇവിടെ A0 BC 0 0. അപ്പോൾ എന്ത് വന്നു? ഈ സെല്ലിൻ്റെ അഡ്രസ്സ് 0 0 0. ഇവിടെ A0 B0 1. അപ്പോൾ 0 0 1. ഇവിടെ A0 BC 1 1. അപ്പോൾ 0 1 1. ഇവിടെയോ A0 BC 1 0. അപ്പോൾ 0 1 0. ഇവിടെ എന്താ? A1 BC 0 0. അപ്പോൾ 1 0 0. ഇവിടെ 1 0 1 1 1 1 1 1 0. ഇത് എന്തുകൊണ്ടാണ് 1 0 ഇവിടെ എഴുതിയിട്ട് 1 1 ഇവിടെ എഴുതാത്തതെന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ എന്ന് വെച്ചാൽ അടുത്തടുത്ത സെൽ അഡ്രസ്സുകൾ തമ്മിൽ ഒരു സിംഗിൾ ബിറ്റിൻ്റെ ഡിഫറൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. നോക്ക്, 0 0 എന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 0 1 ആയി. അതായത് ഈ 0 മാത്രം മാറിയിട്ട് 1. ഇതിപ്പോഴും ഒരേപോലെ 0 തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം 1 0 0 1 എന്ന് മാറുന്നത് 1 0ലേക്ക് ആയിരുന്നെങ്കിൽ നോക്ക്, ഈ 0 മാറി ഇവിടെ 1 വന്നു, ഈ 1 മാറി ഇവിടെ 0 വന്നു. 2 ബിറ്റിലും ഡിഫറൻസ് വരികയാണ്. അത് അലോ ചെയ്യാൻ പറ്റില്ല. അടുത്തടുത്ത സെല്ലുകൾ തമ്മിൽ സിംഗിൾ ബിറ്റ് ഡിഫറൻസ് മാത്രമേ പാടുള്ളൂ. ഇപ്പോഴിത് കറക്റ്റ് ആണോ? 0 1 ആണ് ഇവിടെയുള്ള അഡ്രസ്. തൊട്ടടുത്ത സെല്ലിലേക്ക് പോകുമ്പോൾ 1 1 ആണ് അഡ്രസ്. നോക്കിയേ, ഇതും സെയിം ആണ്. ഒരു ബിറ്റിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. കറക്റ്റ് ആണ്, സിംഗിൾ ബിറ്റ് ഡിഫറൻസ്. 2 ബിറ്റിലും ഡിഫറൻസ് വന്നിട്ടില്ല. സോ ഈ റൂള് ഫോളോ ചെയ്യേണ്ടത് കൊണ്ടാണ് 0 0 0 1 1 0 ഇവിടെ ഇട്ടിട്ട് 1 1 എഴുതിയത്. ഇതും നോക്കിയേ, ഇതും നോക്കുമ്പോൾ ആദ്യത്തെ ബിറ്റ് സെയിം ആണ്, രണ്ടാമത്തേത് ബിറ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സിംഗിൾ ബിറ്റ് ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ അഡ്രസ്സ് ചെയ്യുമ്പം ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ വരുത്താൻ പോകുന്ന മിസ്റ്റേക്ക് ഇതായിരിക്കും. നിങ്ങൾ പേര് എഴുതുമ്പോൾ തെറ്റിച്ചെഴുതും. അങ്ങനെ എഴുതരുത്. റോ 0 1 എന്ന് എഴുതുക. കോളം അഡ്രസ്സ് 0 0 0 1 1 1 1 0 1 0 1 1 എഴുതിയാൽ നിങ്ങളുടെ കംപ്ലീറ്റ് കാൽക്കുലേഷനും സിംപ്ലിഫിക്കേഷനും തെറ്റാവും. 0 0 0 1 1 1 1 0 എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇതാണ് 3 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട CAMAP സ്ട്രക്ചർ. ഇനി ഗ്രൂപ്പ് എങ്ങനെയാണ്? 2 സെല്ലുകളുടെ ഗ്രൂപ്പ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി 4 സെല്ലുകളുടെ ഗ്രൂപ്പ് എങ്ങനെ എടുക്കാം? ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കണ്ടോ, ലാസ്റ്റ് വരുന്ന സെല്ലുകളെ അതായത് നിങ്ങൾ ഇതിനെ ഒന്ന് പിറകിലോട്ട് മടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 സെല്ല്, ഈ ഗ്രീനിൽ കാണിക്കുന്ന ഈ 2 സെല്ലും അതേപോലെ ഈ 2 സെല്ലും അടുത്തടുത്ത് വരുമല്ലോ. അപ്പോഴും നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി
ഇതും ഇതിലിപ്പോൾ കാണിക്കാത്തത് ഈ 2 സെല്ല് കമ്പൈൻ ചെയ്താലും 2 സെല്ലുകളുടെ ഗ്രൂപ്പുകൾ തന്നെയാണ്. ഹൊറിസോണ്ടലിയും ഗ്രൂപ്പ് ചെയ്യാം, വെർട്ടിക്കലിയും ഗ്രൂപ്പ് ചെയ്യാം. ഇതും വാലിഡ് ഗ്രൂപ്പുകൾ തന്നെയാണ്. ഇതും വാലിഡ് ഗ്രൂപ്പുകൾ തന്നെയാണ്. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ 4 സെല്ലുകളെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? ഈ 4 സെല്ലിനെയും ഒരേ വാല്യൂ വരികയാണെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. ഈ 4 സെല്ലിനെയും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ എടുക്കാം. പറ്റുവാണെങ്കിൽ, ഒരേ വാല്യൂ വരികയാണെങ്കിൽ ഈ 4 സെല്ലിനെയും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ എടുക്കാം. ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഇനി ഇവിടെ നോക്ക്, നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു SOP തന്നിട്ടുണ്ട്. നമുക്കിതുപോലെ വരയ്ക്കാം. ഏതാ വാരിയബിൾ? എനെ ആദ്യം റോ അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു, BNC കോളം അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നിങ്ങൾ വാല്യൂ ഒക്കെ എഴുതി വെക്കുന്നു. ഓക്കെ. എന്നിട്ട് 1ഉം 3ഉം 6ഉം 7ഉം വരുന്ന സെല്ലിൽ നമ്മൾ 1 മാർക്ക് ചെയ്യണം. ബാക്കി എല്ലാ സെല്ലും 0 ആയിരിക്കും. അതാണ് ഇതിൻ്റെ മീനിങ്. മിൻ ടേംസ് ഏതൊക്കെയാണ്? 1, 3, 6, 7. അപ്പോൾ ഈ 4 സെല്ലിൽ 1 വരണം, ബാക്കി എല്ലാത്തിലും 0 കൊടുക്കണം. ഓക്കെ. ഏതാണ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ല്? ഇതേതാണ് സെല്ല്? ഇത് 0, 0, 0 ആണ്. അതെന്താണ്? 0 ആണ്. 0, 0, 1 എന്ന് പറയുമ്പോൾ ഏതാ സെല്ല്? 1 ആണ്. ഇതേതാ? 0, 1, 1 ആണ്. അത് ഏത് വാല്യൂന് ഈക്വലൻ്റ് ആണ്? 3 ആണ്. ഇത് 0, 1, 0, ഇത് 2 ആണ്. ഓക്കെ. ഇനി താഴെ നോക്കുകയാണെങ്കിലോ 1, 0, 0, ഇത് 4 എന്ന് പറയുന്ന സെല്ലിന് ഈക്വലൻ്റ് ആണ്. ഇത് 1, 0, 1, ഇത് 5 എന്ന് പറയുന്ന സെല്ലിന് ഈക്വലൻ്റ് ആണ്. ഇതേതാണ്? 1, 1, 1, ഇത് 7 എന്ന് പറയുന്ന വാല്യൂന് ഈക്വലൻ്റ് ആണ്. ഇത് 1, 1, 0, ഇത് 6ന് ഈക്വലൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഏതൊക്കെ സെല്ലിലാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന്. ഒന്നും കൂടെ ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്. ഈ സെല്ല് വാല്യൂവിൽ പറയുകയാണെങ്കിൽ ഇത് 1, ഇത് 0 എന്ന് പറയുന്ന സെൽ അഡ്രസ്സാണ്. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3. ഓക്കെ. ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ എവിടെയൊക്കെ മാർക്ക് ചെയ്യണം? 1 എന്ന് പറയുന്ന സെല്ലിൽ 1 ഇടണം, 3 എന്ന് പറയുന്ന സെല്ലിൽ 1 ഇടണം, 6 എന്ന് പറയുന്ന സെല്ലിൽ 1 ആഡ് ചെയ്യണം, 7 എന്ന് പറയുന്ന സെല്ലിൽ 1 ആഡ് ചെയ്യണം. ഇനി ഇതിനെ നോക്കുക, ഇതിനെ എങ്ങനെയാണ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എങ്ങനെ ഇതിനെ ഗ്രൂപ്പ് ഫോം ചെയ്യാം? പോസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഏതാ? 8 സെല്ലും കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ തന്നിട്ടില്ലാത്ത മിൻ ടേംസ് ഒക്കെ ബാക്കി സെല്ലിലൊക്കെ എന്ത് വാല്യൂ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. 1, 3, 6, 7 ആണ് ഈ SOPയിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മിൻ ടേംസ്. അതിൻ്റെ മീനിങ് ഇതിലില്ലാത്ത ബാക്കി സെല്ലിലൊക്കെ വരേണ്ട വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ തന്നിരിക്കുന്നത് നോക്ക്, SOP ആണ്, സിഗ്മയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആരെയാണ്? 1നെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 8 സെല്ലും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് ഫോം ചെയ്യാൻ ഇവിടെ പറ്റുമോ? ഇല്ല. 8 സെല്ലും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് പോസിബിൾ അല്ല. എല്ലായിടത്തും 1 വന്നിട്ടില്ല. ഇനി 4 സെല്ലുകൾ ചേർന്നിട്ട് എവിടെയെങ്കിലും ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമോ? അതും പോസിബിൾ അല്ല. 4 സെല്ലിലും 1 വരുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നോക്കിക്കഴിഞ്ഞാൽ 4ലും അടുത്തടുത്ത് 1 വരുന്ന പോസിബിലിറ്റിയും ഇല്ല. പിന്നെ ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? 2 സെല്ലുകൾ ചേർന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഏതൊക്കെ ഗ്രൂപ്പുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്? ഇത് പറ്റും, ഇതും പറ്റും, ഇതും പറ്റും. ഓക്കെ. അങ്ങനെ 3 ഗ്രൂപ്പുകൾ പോസിബിൾ ആണ്. ഇതിൽ ഈ 3 ഗ്രൂപ്പിനെയും നമ്മൾ പരിഗണിക്കണോ അതോ ഏതെങ്കിലും 1 മതിയോ 2 മതിയോ എന്നുള്ളത് തീരുമാനിക്കണം. നോക്കാം. ഈ ഒരു ഗ്രൂപ്പ് എന്തായാലും നമ്മൾ എടുക്കണം. എന്തുകൊണ്ടാണ്? ഈ ഗ്രൂപ്പ് വന്നെങ്കിലും മാത്രമേ ഈ 1 ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ അകത്ത് വരുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ 1 ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വരണമെങ്കിൽ ഈ ഒരു ബ്ലൂ ഗ്രൂപ്പ് ഉണ്ടായേ പറ്റുള്ളൂ, എടുത്തേ പറ്റുള്ളൂ. ഇതിന് പകരം ഈ ഗ്രീൻ ഗ്രൂപ്പാണ് എടുക്കുന്നെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ 1 ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ പോകും. അങ്ങനെ വരരുത്. നമ്മൾ എല്ലാ 1നെയും ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലാക്കണം. അത്രയും നമ്പർ ഓഫ് ഗ്രൂപ്പുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഈ ഗ്രൂപ്പ് നോക്കി, ഈ ബ്ലൂ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലേ ഈ ഒരു പെർട്ടിക്കുലർ 1 ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വരുള്ളൂ, അല്ലേ? ഇനി ഈ ഗ്രീൻ ഗ്രൂപ്പ് നോക്കിയേ,
ഈ ഗ്രീൻ ഗ്രൂപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഇതെടുത്തുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഈ വണ്ണ് ഓൾറെഡി ഈ ബ്ലൂ ഗ്രൂപ്പിൻ്റെ അകത്ത് വന്നു, ഈ വണ്ണ് ഓൾറെഡി ഈ ബ്ലൂ ഗ്രൂപ്പിൻ്റെ അകത്ത് വന്നു. ഈ ബ്ലൂ ഗ്രൂപ്പിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വണ്ണ് ഗ്രൂപ്പിനകത്ത് വരുള്ളൂ. ഈ ഒരു ബ്ലൂ ഗ്രൂപ്പ് എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു വണ്ണ് ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് വരൂ. അതുകൊണ്ട് ഈ ബ്ലൂ ഗ്രൂപ്പും മസ്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ വണ്ണിനെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഈ വണ്ണും വേറെ ഒരിക്കലും നമുക്ക് എങ്ങനെ നോക്കിയാലും വേറെ ഗ്രൂപ്പിൻ്റെ അകത്ത് വരുത്താൻ പറ്റില്ല. ഈ ബ്ലൂ ഗ്രൂപ്പ് തന്നെ വേണം. പക്ഷേ ഈ ഗ്രീൻ ഗ്രൂപ്പ് നോക്കിയേ, ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഈ വൺ ഓൾറെഡി ഈ ബ്ലൂ ഗ്രൂപ്പിൻ്റെ പാർട്ടാണ്, അതർ വൺ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ഗ്രൂപ്പിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഗ്രൂപ്പ് എടുക്കുന്നതിന് ലോജിക്കില്ല. അതെടുത്തത് കൊണ്ട് പുതിയ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ഇതുവരെ ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരു വണ്ണും ഈ ഗ്രീൻ ഗ്രൂപ്പിനകത്ത് വന്നിട്ടില്ല. സോ ഇങ്ങനെ വരുന്ന ഗ്രൂപ്പിന് പറയുന്ന പേരാണ് റിഡൻഡന്റ് ഗ്രൂപ്പ്. ഒരാവശ്യമില്ല, റിഡൻഡന്റ് ആണ് ഇത് ഓൾറെഡി. റിഡൻഡന്റ് ഗ്രൂപ്പാണ് ഈ ഗ്രീൻ ഗ്രൂപ്പ്. റിഡൻഡന്റ് ഗ്രൂപ്പാണ്. എന്തുകൊണ്ടാണ്? ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വണ്ണുകളൊക്കെ ഓൾറെഡി വേറെ ഏതെല്ലോ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഈ ഗ്രീൻ ഗ്രൂപ്പ് എടുത്തത് കൊണ്ട് നമുക്ക് പുതിയ ഒരു വണ്ണിനെയും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സോ ഈ ഗ്രീൻ ഗ്രൂപ്പിനെ എടുക്കേണ്ട കാര്യമില്ല. ബാക്കി രണ്ട് ഇമ്പോർട്ടൻ്റ്, ബാക്കി രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇത് രണ്ടും റിഡൻഡന്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിനി ചെയ്യേണ്ടത് എന്താ? ഇനി നമ്മൾ അടുത്ത ടാസ്ക്, ഗ്രൂപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞ് എല്ലാ വണ്ണും ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലായിട്ടുണ്ട്, റിഡൻഡന്റ് ആയിട്ട് ഗ്രൂപ്പൊക്കെ ഒഴിവാക്കി, നമ്മൾ അതിനൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. റിഡൻഡന്റ് അല്ലാത്ത ഗ്രൂപ്പുകൾക്ക് പേര് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എങ്ങോട്ട് നോക്കണം? ഈ ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടലി നോക്കുക. എന്താ? ഈ വണ്ണും ആണ് ഈ ഗ്രൂപ്പിനകത്തുള്ളത്. ഈ രണ്ട് വണ്ണിന്ന് നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി നോക്കുമ്പോൾ എ കോമൺ ആണ്. എ കോമൺ വിത്ത് വാല്യൂ എന്താണ്? 0. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം പേര്? എ എന്തായാലും കോമൺ ആയിട്ടുണ്ട്. ഹൊറിസോണ്ടലി നോക്കുമ്പോൾ രണ്ടാൾക്കും എ കോമൺ ആണ്, എയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതി വെച്ചു. ഇനി രണ്ടിനും മുകളിലോട്ട് നോക്കുക, കോളം അഡ്രസ്സിലോട്ട് നോക്കുക. എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഉണ്ട്. ബി എന്താ? ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. ബി ഡിഫറെൻ്റാ, കാര്യമില്ല. പക്ഷെ സി നോക്കിയേ, സി രണ്ടിടത്തും ഉണ്ട് ഒരേ വാല്യൂല്. സി ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? സി രണ്ടിനും കോമൺ ആണ്. ബട്ട് സി വിത്ത് വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? എ കോംപ്ലിമെന്റ് ആൻഡ് സി. എന്തുകൊണ്ട് എ കോംപ്ലിമെന്റ് വന്നത്? ഈ രണ്ട് വണ്ണിനെയും ഹൊറിസോണ്ടലി നോക്കുമ്പോൾ എ കോമൺ ആണ്, എയുടെ വാല്യൂ 0 ആയതുകൊണ്ട് എ കോംപ്ലിമെന്റ് എന്ന് എഴുതി. ഇനി രണ്ടിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കോളം അഡ്രസ്സ് നോക്കുമ്പോൾ നോക്കുക, എന്താ രണ്ടിൻ്റെയും കോളം അഡ്രസ്സ് ഇവിടെ എഴുതി നോക്കുക. 0 1 ആണ് ആദ്യത്തെ വണ്ണിൻ്റെ കോളം അഡ്രസ്സ്, 1 1 ആണ് രണ്ടാമത്തെ വണ്ണിൻ്റെ കോളം അഡ്രസ്സ്. ബി ഡിഫറെൻ്റ് ആണ്, പക്ഷേ സി കോമൺ ആണ് വിത്ത് വാല്യൂ 1 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? എ കോംപ്ലിമെന്റ് ആൻഡ് സി എന്ന് എഴുതി. ഓക്കെ, അടുത്ത സെല്ലിൻ്റെ പേര് കണ്ടുപിടിക്കണം. അത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഏത് ഡയറക്ഷനിൽ നോക്കണം? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നോക്കണം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നോക്കുമ്പോഴെന്താ? ഈ രണ്ട് വണ്ണിനും ഹൊറിസോണ്ടലി ആരാണ് കോമൺ ആയിട്ടുള്ളത്? എ ആണ് കോമൺ ആയിട്ടുള്ളത്. എയുടെ വാല്യൂ എന്താണ്? 1 ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, എ എന്ന് എഴുതി വെക്കാം. എ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പാടില്ല. എയുടെ വാല്യൂ ഇവിടെ എന്താ? 1 ആണ്. അതുകൊണ്ട് എ എന്ന് എഴുതി വെക്കാം. ഇനി മുകളിലോട്ട് നോക്കുമ്പോഴോ ആരൊക്കെയാ? ബിയും സിയും വാല്യൂ എന്താ? ബിയും സിയും ആദ്യത്തതിന് 1 1 ആണ്, രണ്ടാമത്തതിൽ 1 0 ആണ്. അപ്പോൾ ആരാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്? ബി ആണ് കോമൺ ആയിട്ടുള്ളത്. വിത്ത് വാല്യൂ എന്താ? 0 ആണോ 1 ആണോ? ബിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എ ആൻഡ് ബി. കോംപ്ലിമെന്റ് രണ്ടിടത്തും 0 ആയിരുന്നെങ്കിൽ നമ്മൾ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതണം. രണ്ടിടത്തും വാല്യൂ 1 ആയതുകൊണ്ട് എ ആൻഡ് ബി എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? SOP ആണല്ലോ തന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് പ്രൊഡക്റ്റുമായിട്ട് എഴുതുക. എ കോംപ്ലിമെന്റ് ആൻഡ് സി ഓർ ബി ആൻഡ് സി.
സോറി, ബി ആൻഡ് സി അല്ല വരിക, എന്താ വരിക? എ ആൻഡ് ബി അല്ലേ വരിക. ഇവിടെ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ബി ആൻഡ് സി അല്ല, എന്താ വരിക? എ ആൻഡ് ബി. എന്താണ് ഗ്രൂപ്പ് അഡ്രസ് വരിക? ഹൊറിസോണ്ടലി കോമൺ ആയിട്ട് വരുന്നത് എ ആണ് വിത്ത് വാല്യൂ 1. വെർട്ടിക്കലി കോമൺ ആയിട്ട് വരുന്നത് ബി ആണ് വിത്ത് വാല്യൂ 1. അപ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ അഡ്രസ് ആയിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? എ കോംപ്ലിമെൻറ്റ് ആൻഡ് സി. ഇതിൻ്റെ അഡ്രസ് എന്താ എഴുതേണ്ടത്? എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ എന്താ വരിക? ആൻസർ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ആൻഡ് സി ഓർ, അതായത് സം ഓഫ് പ്രൊഡക്റ്റ് ടേംസ് അല്ലേ? ഏതൊക്കെയാണ് രണ്ട് പ്രൊഡക്റ്റ് ടേംസ്? ഒന്ന് എ കോംപ്ലിമെൻറ്റ് ഓർ സി, രണ്ടാമത്തത് എ ആൻഡ് ബി. രണ്ടിനെയും ഓർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ഒന്നും കൂടെ അടുത്ത് നോക്ക്. 3 വേരിയബിൾ പോസ് ഫോമാണ്. നേരത്തെ എന്തായിരുന്നു സിംപ്ലിഫൈ ചെയ്യാൻ തന്നത്? സിഗ്മ ഇട്ടിട്ടാണ് തന്നത്. അപ്പോൾ മിൻ ടേം SOP ആയിരുന്നു. ഇവിടെ തന്നേക്കുന്നത് POS ആണ്, പോസ് ഫോം. അപ്പോൾ എന്താണ് ഡിഫറൻസ്? സെയിം സ്ട്രക്ചർ, സെയിം അഡ്രസ് ഒക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സെല്ലുകളിലൊക്കെ 0 മാർക്ക് ചെയ്യണം. ഓരോ സെല്ലിൻ്റെ അഡ്രസ് എന്തായിരുന്നു? ഇത് 0th സെൽ, 1 2 3 4 5 6 and 7. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ സെല്ലിലും 0, ഇവിടെ 0 ഉണ്ട്, പിന്നെ 2, പിന്നെ 6, പിന്നെ 7, ഇവിടെയൊക്കെ 0 കൊടുക്കുക. ബാക്കി സെല്ലിൽ എന്തായിരിക്കും? ബൈ ഡിഫോൾട്ട് 1 ആയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ ആരെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് സീറോസിനെ ആയിരിക്കും. ഇനി പറയൂ, ഏതൊക്കെയാണ് പോസിബിൾ ഗ്രൂപ്പ് ആയിട്ടുള്ളത്? 8 സെല്ലും കൂടെ ചേർന്ന് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റില്ല, കാരണം ഇടയ്ക്ക് ചില സെല്ലുകളിൽ 1 വന്നിട്ടുണ്ട്. ഇനി 4 സെല്ലുകളിൽ കമ്പൈൻ ചെയ്യാൻ എവിടെയെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ഈ സെല്ലും 0 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ 4ഉം കൂടെ ചേർന്ന് ഗ്രൂപ്പ് എടുക്കാമായിരുന്നു. ഇനി ഈ കോർണർ വഴി പറ്റുമോ? കോർണർ 4 പറ്റുമോ? അതും പറ്റില്ല. പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? നമുക്ക് ഇതിനെ എടുക്കാം. അടുത്തത് ഈ രണ്ടിനെ എടുക്കാം. ഓക്കെ, വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതാ അത്? ഇങ്ങനെ എടുക്കാം. സോറി, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എടുക്കാമായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് അത് എടുത്തില്ല? ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഈ 0 ഓൾറെഡി ഈ ബ്ലൂ ഗ്രൂപ്പിനകത്തുള്ളതാ. ഈ ബ്ലൂ ഗ്രൂപ്പ് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഈ 0 ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് വരണമെങ്കിൽ മസ്റ്റായിട്ട് ഈ ബ്ലൂ ഗ്രൂപ്പ് തന്നെ വേണം, വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ഈ 0, ഈ റെഡ് ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുന്ന ഈ 0 ഓൾറെഡി ഈ ഗ്രീൻ ഗ്രൂപ്പിനകത്തുണ്ട്. ഈ ഗ്രീൻ ഗ്രൂപ്പിനെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ? അതും പറ്റില്ല. കാരണം ഈ 0 ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് വരണമെങ്കിൽ ഈ ഗ്രീൻ ഗ്രൂപ്പ് ഉണ്ടായേ പറ്റുള്ളൂ. നമുക്ക് കോർണർ വഴി ഇതും ഗ്രൂപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഗ്രീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 0 ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് വരുള്ളൂ. അതുകൊണ്ട് ഗ്രീൻ ഗ്രൂപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഏതാണ് റിഡൻഡൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഈ റെഡ് ഗ്രൂപ്പാണ് റിഡൻഡൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ റെഡ് ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുന്ന 2 0യും ഓൾറെഡി വേറെ ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു ഗ്രൂപ്പിനകത്തും വരാത്ത ഒരു 0യും ഈ റെഡിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ റെഡ് ഗ്രൂപ്പ് ഒരു റിഡൻഡൻ്റ് ഗ്രൂപ്പാണ്. അത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ഈ 2 ഗ്രൂപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന് പേര് കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ നിന്ന് എന്താണ് ഡിഫറെൻറ്റ്? ഇത് പ്രൊഡക്റ്റ് ഓഫ് സം ടേം. നമുക്ക് സം ടേം ആണ് കിട്ടേണ്ടത്. സം ടേമിന് എപ്പോഴാണ് നമ്മൾ 1 മാർക്ക് ചെയ്യുക?
വാല്യൂ 0 വരുമ്പോൾ 1 മാർക്ക് ചെയ്യണം. വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിമെൻറ്റ് ഫോമിൽ എഴുതണം. പിന്നെ കമ്പൈൻ ചെയ്യേണ്ടത് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ ഗ്രീൻ ഗ്രൂപ്പിനും ബ്ലൂ ഗ്രൂപ്പിനും എങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയേ. ഒന്നാമത്തെ ഗ്രീൻ ഗ്രൂപ്പ് നോക്കുക. ഗ്രീൻ ഗ്രൂപ്പിൽ നിന്ന് ഹൊറിസോണ്ടലി നോക്കുമ്പോൾ, ആദ്യം ഹൊറിസോണ്ടലി തന്നെ വേണം എപ്പോഴും നോക്കാൻ. നോക്കുമ്പോൾ എയുടെ വാല്യൂ എന്താ, ആരാണ് കോമൺ? ഇവിടെ എ ആണ് കോമൺ വിത്ത് വാല്യൂ എന്താണ് 0. അപ്പോൾ ഇവിടെ നമ്മൾ SOP അല്ല POS ആണ്. ക്വസ്റ്റ്യൻ കണ്ടില്ലേ, മാക്സ് ടേംസിന്റെ ടേമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാക്സ് ടേമിൽ വാല്യൂ 0 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനൽ ഫോം എഴുതണം. 1 വരുമ്പോഴാണ് കോംപ്ലിമെന്റഡ് ഫോം എഴുതേണ്ടത്. ഇനി രണ്ടിനെയും കോളം അഡ്രസ്സ് നോക്കി, ഇവിടെയും ഇവിടെയും. അതായത് BCയിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ആദ്യത്തതിൻ്റെ 00യും രണ്ടാമത്തതിൻ്റെ 10യും ആരാണ് കോമൺ വന്നിരിക്കുന്നത്, സിയിലാണ് കോമൺ വന്നിരിക്കുന്നത് വിത്ത് വാല്യൂ 0. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, സി എന്ന് തന്നെ എഴുതണം. ഇവിടെ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആരായിരിക്കും, പ്ലസ് ആയിരിക്കും. അപ്പോൾ A or C എന്നാണ് ഈ ഗ്രീൻ ഗ്രൂപ്പിൻ്റെ പുതിയ മിനിമൈസ്ഡ് അഡ്രസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ബ്ലൂ ഗ്രൂപ്പിന് ഇതുപോലെ പേരുണ്ടാക്കിയേ. ബ്ലൂ ഗ്രൂപ്പിന് ഇതുപോലെ പേരുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ റോയിലോട്ട് നോക്കുക. റോ അഡ്രസ് ആരാണ് കോമൺ, A ആണ് കോമൺ വിത്ത് A വാല്യൂ ഈക്വൽ ടു 1. പോസ്റ്റ് ഫോം ആയതുകൊണ്ട് തന്നെ, മാക്സ് ടേം ആയതുകൊണ്ട് തന്നെ 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോംപ്ലിമെൻ്റ് എഴുതണം. A കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഇനി കോളം അഡ്രസ്സ് നോക്കുക. കോളം അഡ്രസ്സ് നോക്കുമ്പോൾ ആരൊക്കെയാണ് കോമൺ, 1 1, ബിയും സിയും 1 1 ആണ്, രണ്ടാമത്തതിന് 1 0 ആണ്. ആരാണ് കോമൺ, ബി ആണ് കോമൺ വിത്ത് വാല്യൂ 1. അപ്പം നമ്മൾ എന്താ എഴുതുക, പോസ്റ്റ് ഫോം അല്ലെങ്കിൽ മാക്സ് ടേമിൽ 1 വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോംപ്ലിമെൻറ്റ് ഫോം എഴുതേണ്ടത്. ഇനി മാക്സ് ടേം റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഏത് വെച്ചിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്, പ്ലസ് ഓപ്പറേറ്റർ. സോ കണ്ടില്ലേ, A കോംപ്ലിമെൻറ്റ് ഓർ B കോംപ്ലിമെൻ്റ് ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ, മിനിമൈസ്ഡ് റെപ്രസെൻറ്റേഷൻ. ഗ്രീൻ ഗ്രൂപ്പിൻ്റെ മിനിമൈസ്ഡ് റെപ്രസെൻറ്റേഷൻ A or C ആണ്. ഓക്കെ, ഇതാണ് പോസ്റ്റ് ഫോം വരുമ്പോഴുള്ള സിംപ്ലിഫിക്കേഷൻ. നേരത്തെ കാണിച്ചത് സോപ്പ് ഫോം വരുമ്പോഴുള്ള സിംപ്ലിഫിക്കേഷൻ മെത്തേഡ്. SOPയിൽ 1നെ കമ്പൈൻ ചെയ്യണം, POSൽ 0നെ കമ്പൈൻ ചെയ്യണം. റൂളൊക്കെ സെയിം ആണ്. റെപ്രസെൻറ്റേഷൻ നമ്മൾ മുന്നേ പഠിച്ച രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യണം എന്ന് മാത്രം. അടുത്തത് 4 വാരിയബിൾ വരുമ്പോഴുള്ള ക്യാമറ. 4 വാരിയബിൾ വരുമ്പോൾ ടോട്ടൽ എത്ര വരും, 2 to the power 4, 16 സെല്ലുള്ള ക്യാമറയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരും, 16 സെൽ. എങ്ങനെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്, ആദ്യത്തെ 2 വാരിയബിൾ റോ അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യണം, രണ്ടാമത്തെ 2 വാരിയബിൾ കോളം അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യണം. 0 0 0 1 നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ റോയിലും കോളത്തിലും ഫോളോ ചെയ്യണം. ഇപ്പോൾ 0 0 0 1 1 0 ഇവിടെയാണ്, 1 1 ഇവിടെയും നോക്കുക. 0 0 0 1 1 0 ലാസ്റ്റ് കോളം അഡ്രസ്സ്, പിന്നെ 1 1 മിഡിൽ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെല്ലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇനി നമ്പറിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക, ഇത് 0th സെൽ, ഇത് 1, ഇത് 2, ഇത് 3. ഇവിടെ നോക്കിയേ, 4, ഇത് 5, ഇത് 6, ഇത് 7. 8 എവിടെയാണ്, 8 ഇവിടെയാണ്. 8 9, ഇത് 10, ഇത് 11, ഇത് 12, ഇത് 13, ഇത് 14, ഇത് 15. അപ്പോൾ 4 ഇതായിരിക്കും 7 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, 4 വാരിയബിളുള്ള ക്യാമാപ്പ് സിംപ്ലിഫിക്കേഷൻ. സോ ആദ്യം ഇത് വരയ്ക്കാനാണ് കറക്റ്റ് അറിയേണ്ടത്. 4 വാരിയബിളുള്ള ഏത് സോപ്പാണെങ്കിലും പോസ്റ്റ് ഫോം തന്നാലും ഇതേ ഗ്രാഫാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഗ്രൂപ്പുകൾ എങ്ങനെയൊക്കെ ഫോം ചെയ്യാം, ഇങ്ങനെ 2 സെല്ല് യൂസ് ചെയ്യാം, 4 സെല്ല് യൂസ് ചെയ്യാം. ഇതുകൊണ്ടോ ഇതുപോലെ കോർണറിലുള്ളത്, അതായത് നമ്മളിതിനെ പിറകിലോട്ട് മടക്കി വെക്കുക എന്ന് ഓർക്കുക. അപ്പോൾ ഈ 2 സെല്ലുകൾ, ഈ 4 സെല്ലുകളും അഡ്ജസ്റ്റൻ്റ് വരില്ലേ, അതുപോലെ എന്താ ഇതും ഈ 2ഉം ചേർന്നിട്ടും 4 സെല്ലിൻ്റെ ഗ്രൂപ്പ് ഫോം ചെയ്യാം. വേണമെങ്കിൽ ഇത് രണ്ടും ചേർന്നിട്ട് 4 സെല്ലിൻ്റെ ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഇനി വേറെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്,
ഇത് അതും വാലിഡ് ആണ്. ഇത് രണ്ടും അതും വാലിഡ് ആണ്. ഇത് രണ്ടും അതും വാലിഡ് ആണ്. വേറെ ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളത്? ഇനിയും പറ്റും. ഏതൊക്കെ പറ്റും? 4 കോർണറുകളും ചേർന്നിട്ട് ഒരു 4 സെൽ ഗ്രൂപ്പ് ആക്കിയിട്ട് എടുക്കാം. അത് വാലിഡ് ആണ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ എടുക്കാം. തന്നിരിക്കുന്നത് ആദ്യം സോഫ്റ്റ് ഫോം ആണോ പോസ്റ്റ് ഫോം ആണോ എന്ന് കണ്ടുപിടിക്കണം. ആദ്യം എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? സോഫ്റ്റ് ഫോം ആണ്, സിഗ്മയാണ്. ഓക്കെ, മിൻ ടേംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ക്യാമാപ്പ് വരയ്ക്കാം. എവിടെയൊക്കെ മാർക്ക് ചെയ്യണം? 0 എന്ന് വെച്ചാൽ ഏതാ? 0 0 0 സെൽ ഇവിടെ 1 വരണം. പിന്നെ എവിടെയാണ് വരണ്ടേ? 2 എവിടെയാ? 0 0 1 0 ഇവിടെ. പിന്നെ ഏതാ? 5 0 1 0 1 എവിടെയാ? 0 1 വരിക ഇവിടെ. പിന്നെ 7 0 1 1 1. പിന്നെ 8 1 0 0 0 വരുന്ന സെല്ല്. സോറി, ഇത് 1 0 1 0 10-നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 1 0 0 0 വരുന്നത് ഇവിടെ. ഇനി 13 ഏതാ വരിക? 1 1 0 1. ഓക്കെ, അടുത്ത 50 1 1 1 1. ഇത്രയും മിൻ ടേംസ് ആണുള്ളത്. ബാക്കി സെല്ലിൽ എന്തായിരിക്കും? ബാക്കി സെല്ലിലൊക്കെ 0 ആയിരിക്കും. ഇനി എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ഫോം ചെയ്യാം നോക്കിയേ. ഈ 4 സെല്ലുകൾ, എല്ലാ സെല്ലുകളും ചേർത്തിട്ടൊരു ഗ്രൂപ്പ് പറ്റില്ല. പിന്നെ എന്താ? 8 സെല്ലുകൾ ചേർത്തിട്ടുള്ള ഗ്രൂപ്പ് പറ്റുമോ? അതും പറ്റില്ല. പിന്നെ എന്താ പോസിബിൾ ആയിട്ടുള്ളത്? 4 സെല്ല് ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? ഇതുണ്ട്. ഇനി നോക്കിയേ, 4 കോർണറിലും 1 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ബ്ലൂ ഗ്രൂപ്പ് എടുക്കുകയാണ്. ബ്ലൂ ഗ്രൂപ്പിൽ നിന്ന് ഹൊറിസോണ്ടലി നോക്കുമ്പോൾ ആരാണ് കോമൺ ആയിട്ടുള്ളത് നോക്കുക. എ ബിയുടെ അണ്ടറിൽ ആരൊക്കെയാണ് ഉള്ളത്? എ ബി. ഈ 4 സെല്ലിനും ആദ്യത്തെ റോ എടുക്കുകയാണെങ്കിൽ എന്താ? 0 1 ആണ്. രണ്ടാമത്തെ റോ എടുക്കുകയാണെങ്കിൽ 1 1 ആണ്. ഇതാണ് റോ അഡ്രസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ബ്ലൂ ഗ്രൂപ്പിന്. ഇതിൽ ആരാണ് കോമൺ ഉള്ളത്? ബി കോമൺ ആണ് വിത്ത് വാല്യൂ 1. ഇത് SOP ആണ്. SOPയുടെ കേസിൽ, മിൻ ടേംസിൻ്റെ കേസിൽ എങ്ങനെയാ? 0 വരികയാണെങ്കിൽ കോംപ്ലിമെൻ്റ് എഴുതണം, 1 വരികയാണെങ്കിൽ ഒറിജിനൽ ഫോം എഴുതണം. അപ്പോൾ ഹൊറിസോണ്ടലി ആരാണ് ഇവിടെ കോമൺ? ബി ആണ് കോമൺ. വിത്ത് വാല്യൂ 1 ആയതുകൊണ്ട് ഒറിജിനൽ ഫോം തന്നെ എടുക്കണം. ഇനി കോളം നോക്കണം. കോളമിൽ ആരെങ്കിലും കോമൺ ഉണ്ടോ എന്ന് നോക്കണം. കോളം എടുക്കുമ്പോൾ ഇതും ഈ 2 1-നും ചേർന്നിട്ട് ഇതാണ് 2 പോസിബിൾ കോളം അഡ്രസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കോളം അഡ്രസ്സിൻ്റെ ഹെഡിങ് ഏതാ? സി ആൻഡ് ഡി. ഒന്നാമത്തെ അഡ്രസ്സ് വരുന്നത് 0 1, രണ്ടാമത്തെ വരുന്നത് 1 1. ആരാ കോമൺ? ഡി ആണ് കോമൺ വിത്ത് വാല്യൂ 1. അപ്പോൾ എങ്ങനെ എഴുതും? ബി ആൻഡ് ഡി. ഓക്കെ, ഇനി ഈ 4 കോർണർ സെല്ലുകൾ നോക്കാം. ഒരു ബ്ലൂ ഗ്രൂപ്പിനുള്ള അഡ്രസ്സ് കിട്ടി, സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ കിട്ടി. എന്താണ്? ബി ആൻഡ് ഡി. ഇനി ഈ ഗ്രീനിൻ്റെ നോക്കണം. ആദ്യം എന്ത് ചെയ്യാം? ആരാണ് റോ അഡ്രസ്സ് വരുന്നത് ഈ 1കൾക്ക്? ഇത് രണ്ടിനും ചേർന്നിട്ട് റോ അഡ്രസ്സ് ഇതാണ് വരുന്നത്. ഇനി എടുത്ത് എഴുതി നോക്ക്. എ ആൻഡ് ബി ആണ് റോയുടെ ഹെഡിങ്. അതിൽ 0 0 വരുന്നുണ്ട്, ഇത് 1 0 വരുന്നുണ്ട്. ആരാണ് കോമൺ? ബി ആണ് കോമൺ വിത്ത് വാല്യൂ 0. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ബി കോംപ്ലിമെൻ്റ് എഴുതണം. ആൻഡ് കോളം വൈസ് ആരെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട്? കോളം ഈ 2 1-നും ചേർന്ന് കോളം അഡ്രസ്സ് ഇതാണ്. ഇനി ഈ 2 1-നും ചേർന്ന് കോളം അഡ്രസ്സ് ഇതാണ്. അപ്പോൾ CD ആണ് കോളം അഡ്രസ്. അതിലേതൊക്കെയാണ് വന്നിരിക്കുന്നത്? 0 0 ഉണ്ട്, 1 0 ഉണ്ട്. ആരാണ് കോമൺ? ഡി ആണ് കോമൺ വിത്ത് വാല്യൂ 0. അപ്പോൾ എന്ത് ചെയ്യാം? ബി കോംപ്ലിമെൻറ്റ് ആൻഡ് ഡി കോംപ്ലിമെൻറ്റ്. അങ്ങനെ ഈ ഗ്രീൻ ഗ്രൂപ്പുകൾക്ക് ചേർന്നിട്ടുള്ള വാല്യൂ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് ഡി കോംപ്ലിമെൻറ്റ് എന്നും ബ്ലൂ ഗ്രൂപ്പിന് ബി ആൻഡ് ഡി എന്നും കിട്ടി. SOP ആണ്. അപ്പോൾ 2 മിൻ ടേംസിനെയും അല്ലെങ്കിൽ 2 പ്രൊഡക്റ്റ് ടേംസിനെയും നമ്മൾ ഓർ വെച്ച് കമ്പൈൻ ചെയ്ത് എഴുതുക. ഇതാണ് സിംപ്ലിഫൈഡ് ഫോം. ഇനി വേറൊരു റെപ്രസെൻറ്റേഷൻ നോക്കുക. ഇത് SOP അല്ല തന്നിരിക്കുന്നത്, പോസ്റ്റ് ഫോം ആണ് സിംപ്ലിഫൈ ചെയ്യാൻ തന്നിരിക്കുന്നത്.
സെയിം ഗ്രാഫ്, സെയിം അഡ്രസ്. ഓക്കെ, പോസ്റ്റ് ഫോം ആയതുകൊണ്ട് നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ട്രൂത്ത് ടേബിൾ ആക്കിയതാണ് ഇവിടെ. ഓക്കെ, 1ന് 0, പോസ്റ്റ് ഫോം ആണല്ലോ, അപ്പോൾ തന്നിരിക്കുന്നതിനൊക്കെ കറക്റ്റ് 0 മാർക്ക് ചെയ്യണം. ഇതിലില്ലാത്ത ടേംസിനൊക്കെ 1 ഇടണം. അങ്ങനെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് ട്രൂത്ത് ടേബിൾ ആക്കിയതാണിത്. 0 ഇതിലില്ലല്ലോ, അതുകൊണ്ട് 1 കൊടുത്തു. 1 ഉണ്ട്, 0. 2 ഇല്ലാത്തത് കൊണ്ട് 1. 3 ഉണ്ട്, 0. 4 ഉണ്ട്, 0. 5 0. 6 0. 7 0. 8 1. 9 1. 10 1. 11 1. 12 0. 13 0. 14 15 1. ഇവിടെ ഉള്ള ടേമിനൊക്കെ 0 കൊടുത്തു. എന്തുകൊണ്ടാ? തന്നിരിക്കുന്നത് പോസ് ആണ്. ഇല്ലാത്ത ടേമിനൊക്കെ 1 കൊടുത്തു. ഇനി ഇതേപോലെ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുന്നു, 0 മാർക്ക് ചെയ്യുന്നു. ബാക്കി ടേമിൽ എന്തായിരിക്കും? നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ 1 ഞാൻ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടില്ല, 1 ഒഴിവാക്കി. 0 മാത്രം, നമുക്ക് 0നെയാണല്ലോ ഗ്രൂപ്പ് ചെയ്യേണ്ടത്, 0നെ മാത്രം മാർക്ക് ചെയ്തു. ഏതൊക്കെ ഗ്രൂപ്പ് ചെയ്യാം? പോസിബിൾ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് കണ്ടോ? 4 ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ ഒരു ഗ്രൂപ്പ് നിർബന്ധമാണോ? വേണം. ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 0യും ഏതെങ്കിലുമൊക്കെ അകത്ത്, ഈ 0ന് വേണമെന്ന് പറയാൻ പറ്റില്ല. ഈ 0 ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വരണമെങ്കിൽ ഈ ഗ്രൂപ്പ് തന്നെ വേണം. ഓക്കെ, ഇനി വേറെ ഏതാ ഗ്രൂപ്പ്? ഇത് വേണം, നിർബന്ധമാണ്. കാരണം ഇതും ഒരു ഗ്രൂപ്പിൽ വരണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. ഓൾറെഡി ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ അകത്തായിട്ടുള്ള സീറോസിനെ റീകൺസിഡർ ചെയ്യാൻ പറ്റുമോ വേറെ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോഴെന്നൊരു ഡൗട്ട് ഉണ്ടാവാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും, എത്ര ഗ്രൂപ്പിൻ്റെ അകത്ത് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ അത് റിഡൻഡൻ്റ് ആവരുതെന്ന് മാത്രം. കണ്ടില്ലേ, ഈ 2 0യും ഈ ഹൊറിസോണ്ടൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഈ ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ ഒരു 0 ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അകത്ത് വരണമെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് നിർബന്ധമാണ്. അതേപോലെ ഈ ഒരെണ്ണം, ഈ 2 റോയും കൂടെ കമ്പയർ ചെയ്ത് ഈ ഗ്രൂപ്പും നമുക്ക് നിർബന്ധമാണ്. കാരണം അതെന്തെങ്കിലും മാത്രമേ ഈ 2 0യും എവിടെയെങ്കിലും വരുള്ളൂ. പക്ഷെ ഇത് നോക്കിയേ, ഈ 0യും 2 ഗ്രൂപ്പിനകത്തും വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു 0 എത്ര ഗ്രൂപ്പിനകത്ത് വേണമെങ്കിലും വരാം. എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യണം. ചെയ്യുന്ന ഗ്രൂപ്പ് ഒന്നും റിഡൻഡൻ്റ് ആവരുത്. ഏതെങ്കിലും ഒരു ന്യൂ 0 ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത്. ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകളൊക്കെ ലാർജസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കണം. കാരണം ഇവിടെ ഇപ്പം നോക്കിയേ, നമുക്ക് വേണമെങ്കിൽ ഈ 2 ചേർത്തിട്ടുള്ള ഗ്രൂപ്പ് എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴേ ഇത് ലാർജസ്റ്റ് പോസിബിൾ ഗ്രൂപ്പ് ആണോ? ഇവിടെ അല്ല. എപ്പോഴും ലാർജസ്റ്റ് ഗ്രൂപ്പ് വേണം എടുക്കാൻ, എങ്കിലേ ഏറ്റവും മിനിമൈസ്ഡ് ഫോം കിട്ടുള്ളൂ. 2 വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തൊരു എക്സ്പ്രഷൻ കിട്ടും. പക്ഷെ അത് മിനിമൽ ആയിരിക്കില്ല ഒരിക്കലും. അതിനെ ഫർദർ മിനിമൈസ് ചെയ്യാൻ പിന്നെയും പറ്റുന്നു. ഓക്കെ, അങ്ങനെ ഏറ്റവും മിനിമൽ ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ലാർജസ്റ്റ് ഗ്രൂപ്പ് എടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ വരുന്ന ഡൗട്ടാണ്, ഈ 2 0 ഓൾറെഡി ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടല്ലേ, വീണ്ടും ഇത് എടുക്കാൻ പാടുണ്ടോ? ഒരു കുഴപ്പമില്ല. എത്ര ഗ്രൂപ്പിൻ്റെ പാർട്ട് വേണമെങ്കിലും ഒരു 0 ആയിക്കോട്ടെ. നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ എയിം ലാർജസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യണം. അങ്ങനെ ഫോം ചെയ്യുന്ന ഗ്രൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ എങ്കിലും പുതിയതായിരിക്കണം. ഓക്കെ, ഇനി ഇത് പോസ്റ്റ് ഫോമിലാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? ഇതിന് പോസ്റ്റ് ഫോം സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്? ഒന്നാമത്തെ സെല്ല്, ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ് ആരൊക്കെയാണ് കോമൺ? ഇതും റോ വൈസ്, ഇതും കോളം വൈസ്. അപ്പോൾ റോ വൈസ് ആരൊക്കെയാണ് കോമൺ വരുന്നത്? 0 1, 0 0യും 0 1ഉം. ആരാ കോമൺ? എ ആണ് കോമൺ വിത്ത് വാല്യൂ 0. ഇത് പോസ്റ്റ് ഫോം ആണല്ലോ, മാക്സ് ടേം ആണല്ലോ. അപ്പോൾ 0 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ ഫോം എഴുതണം. ഓക്കെ, കോളം വൈസ് നോക്കിയേ, CD എങ്ങനെയാണ് വരുന്നത്? 0 1 1 1. ആരാ കോമൺ? D ആണ് കോമൺ വിത്ത് വാല്യൂ 1. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? D കോംപ്ലിമെൻ്റ് എടുക്കണം. കമ്പൈൻഡ് വിത്ത് ഓപ്പറേറ്റർ പ്ലസ് A പ്ലസ് D കോംപ്ലിമെൻ്റ്. ഇനി ഈ ഓവൽ ഷേപ്പിലുള്ള ഗ്രൂപ്പ് നോക്കാം. ഓവൽ ഷേപ്പിലുള്ള ഈ ഗ്രൂപ്പിന്
കോളം വൈസ് ആരെങ്കിലും കോമൺ ഉണ്ടോ? എല്ലാം ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. റോ വൈസ് എങ്ങനെയാ? എ ബി കോമൺ ആണ്, 4 സീറോയിലും എ ബി കോമൺ ആണ് വിത്ത് വാല്യൂ 0 1. എല്ലാത്തിൻ്റെയും റോ അഡ്രസ്സ് 0 1 തന്നെയാണ്, 4 0 1 തന്നെയാണ്. അപ്പോൾ ഇത് കോമൺ ആണ്. കോളം വൈസ് നോക്കിയേ, ഒന്നും കോമൺ ഇല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കോളം വൈസ് ഒന്നും കോമൺ ഇല്ല, പക്ഷെ റോ വൈസ് 0 1 എന്നുള്ളത് എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ ഇതിനെങ്ങനെ പേര് കൊടുക്കാം? പോസ് ഫോം ആണ്. 0 വന്ന ഒറിജിനൽ എഴുതണം, 1 വന്ന കോംപ്ലിമെന്റ് ഫോം എഴുതണം, കമ്പൈൻഡ് യൂസിങ് ഓർ ഓപ്പറേറ്റ്. ഇനി മൂന്നാമത്തെ സെല്ല് ഗ്രൂപ്പ് നോക്കൂ. മൂന്നാമത്തെ ഗ്രൂപ്പിന് എങ്ങനെയാ പേര് കൊടുക്കാം? ആരാണ് റോ വൈസ് കോമൺ? ഇത് രണ്ടും. കോളം വൈസ് ആരൊക്കെയാണ് കോമൺ? ഇതും ഇതും. ഓക്കെ, അപ്പോൾ റോ വൈസ് ഏതൊക്കെയാ? എ ബി 0 1 1 1. കോമൺ എന്താ? ബി ആണ് കോമൺ വിത്ത് വാല്യൂ 1. അപ്പോൾ എന്താ? പോസ്റ്റ് ഫോമിൽ മാക്സ് ടേമിൽ 1 വന്ന കോംപ്ലിമെന്റ് എഴുതണം. സി ഡിയിൽ എന്താ? സി ആണ് കോമൺ വിത്ത് വാല്യൂ 0. അപ്പോൾ എന്താ? 0 വരുമ്പോൾ ഒറിജിനൽ ഫോം എഴുതണം. ഓക്കെ, സോ ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് നല്ലപോലെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. താങ്ക് യു.